തുല്യധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ആമേൻ സഭായോഗത്തിന്റെ മധ്യേ നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ വചനം ശ്രവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ നല്ല കൃപയോർത്ത് ദൈവത്തെ സ്തുതിയിൽ നിന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് ക്രിസ്തുവിൽ സ്നേഹവും വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് ഒരു വേദഭാഗം ധ്യാനിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യമാണ്. പ്രാരംഭമായ ഒരാൾ വായിക്കട്ടെ. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. സ്തോത്രം. നല്ല വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച സഭ എന്താണ്, സഭ എന്നതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ധ്യാനിച്ചത്. അതിന്റെ തുടർമാനം എന്നവണ്ണമാണ് ഇന്ന് പകലിൽ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം, ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം നാം വായിച്ചത്. ഇതിനകത്ത് സഭയെക്കുറിച്ച് 3 തലങ്ങൾ അവിടെ പറയുകയാണ്. എന്റെ സഹോദരി, എന്റെ കാന്ത. ദൈവത്തിന്റെ കാന്ത തന്റെ സഭയാ മണവാട്ടിയാകുന്ന, അല്ലെങ്കിൽ തന്റെ സഭയാണ് ദൈവത്തിന്റെ കാന്ത എന്ന് പറയുന്നത്. അടുത്ത 3 പദങ്ങളാണ് ശ്രമിക്കേണ്ടത്. 1, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. 2, ഒരു നീരുറവ. 3, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം. ഈ 3 പദങ്ങളുടെ ആഴം ചിന്തിക്കുമ്പോഴാണ് ദൈവസഭയുടെ അനന്തമായ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നത്. ആദ്യത്തെ പദമോടെ പറയുകയാണ് അടച്ചിരിക്കുന്ന ഒരു തോട്ടം. അടച്ചിരിക്കുന്ന, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. സ്തോത്രം. ഒരു ദുഷ്ടനും കയറാൻ കഴിയാതെ കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. സ്തോത്രം. ഇതാണ് യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. അവിടെ വായിക്കുന്ന വേദഭാഗം ഇങ്ങനെയാണ്. സ്തോത്രം. യോബിന് ചുറ്റും വേലി കെട്ടി മറച്ചിരിക്കുന്നു. ആ വേലി ഒന്ന് പൊളിച്ചു മാറ്റാൻ പിശാച് ആവശ്യപ്പെടുന്നു. ഇവിടെ സഭയെ കുറിച്ച് പറയുന്നു, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. അതെ, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ് സഭ. തുറന്നു കിടക്കുന്ന ഒരു തോട്ടം അല്ല സഭ. വേലി പൊളിഞ്ഞ തോട്ടം അല്ല സഭ. കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ് സഭ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഒറ്റ വാക്കിൽ ഞാൻ പറയാം. കെട്ടി അടച്ചിരിക്കുന്ന തോട്ടമാണ് സഭ എന്ന് പറയാനുള്ള ഒറ്റ കാരണം ഇത്രയേ ഉള്ളൂ. സഭയുടെ അകത്തുള്ളത് ലോകത്തിലേക്കോ, ലോകത്തിലുള്ളത് സഭയ്ക്കകത്തോ കയറാൻ പാടില്ലാത്തത് കൊണ്ടാണ് കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം എന്ന് പറയാൻ കാരണം. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് നടക്കുന്നത് ലോകക്കാരുടെ അടുക്കൽ പോകരുത്, ലോകത്തിൽ നടക്കുന്നത് സഭയ്ക്കകത്തും കയറരുത്. ഇതിനെയാണ് കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് തിരിച്ചാണ്. ലോകം മുഴുവനും സഭയ്ക്കകത്ത് കയറിയിരിക്കുകയാണ്. സഭ കഴിഞ്ഞ ദിവസത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ സഭ എന്ന് ബോർഡിൽ മാത്രം, വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സഭകൾ എത്തപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സഭകളുടെ അകത്ത് സ്തോത്രം ശക്തമേറിയ ദൈവപ്രവർത്തികൾ നടക്കാതെ ഉറങ്ങിക്കിടക്കുന്ന, മയങ്ങിക്കിടക്കുന്ന ഒരു തലത്തിലേക്ക് സഭ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ ദൈവാത്മാവ് ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ നാം എത്തപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് സഭയുടെ ദൗത്യത്തിലേക്ക് മടങ്ങി വരിക,
സഭ ദൈവം നട്ടിരിക്കുന്ന ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരിക. എന്തിനാണ് ഈ ആണ്ടിന്റെ അവസാന ദിവസങ്ങളിൽ ദൈവാത്മാവ് സഭയെ ഇത് ഉത്ബോധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, അടുത്ത നാളുകളിൽ വരാൻ പോകുന്ന അതിശക്തമായ ഉണർവുകൾക്ക് ദൈവസഭ കൊടിപിടിക്കണമെങ്കിൽ, വരാൻ പോകുന്ന ഉണർവുകൾ സഭയ്ക്കകത്ത് പൊട്ടിപ്പുറപ്പെടണമെങ്കിൽ സഭ ഒരുക്കപ്പെട്ടേ മതിയാകൂ. സഭ ഒരുക്കപ്പെട്ടേ മതിയാകൂ. കുറുക്കന്മാർക്ക് കയറിയിരിക്കാനുള്ള ഇടമല്ല സഭ, കള്ളന്മാർക്ക് കയറിയിരിക്കാനുള്ള ഇടമല്ല സഭ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, സ്തോത്രം, പൊന്മാണിഭക്കാരെയും സ്തോത്രം അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം അടിച്ചു പുറത്താക്കി എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതിയിരിക്കുന്നു. എന്താണ് സഭ? എന്റെ ആലയം പ്രാർത്ഥനാലയം. നിങ്ങളോ അതിനെ കള്ളന്റെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇന്ന് പകലിൽ സ്തോത്രം ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. സ്തോത്രം, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനാലയത്തിന്റെ ദൗത്യത്തെ തെറ്റിച്ചു കളഞ്ഞ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലോകത്തെ സഭയ്ക്കകത്ത് കയറ്റി പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്ന എല്ലാ തലങ്ങളും തകർന്നുപോയി സഭ തന്റെ ഉദ്ദേശശുദ്ധിയിലേക്ക്, ദൈവഹൃദയത്തിന്റെ താല്പര്യത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറായാൽ ഉറപ്പാണ് സഭയ്ക്കകത്ത് ഉണർവുകളുടെ ആരംഭം വെളിപ്പെട്ടു തുടങ്ങും. സഭയ്ക്കകത്ത് ഉണർവുകളുടെ ആരംഭം വെളിപ്പെട്ടു തുടങ്ങും. നമ്മുടെ ദേശത്തെ പിടിക്കാൻ, നമ്മുടെ രാജ്യത്തെ പിടിക്കുവാൻ, നമ്മുടെ രാജ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടാൻ മറ്റൊന്നും ഇവിടെ വെളിപ്പെടേണ്ട. ഒറ്റ കാര്യം മതി, സഭകൾ ഉണർത്തപ്പെട്ടാൽ മതി. സഭകൾ ഉണർത്തപ്പെട്ടാൽ വിടുതലുകൾ സംഭവിക്കും. സഭകൾ ഉണർത്തപ്പെട്ടാൽ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. സഭകൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ രാജ്യം ഉണർത്തപ്പെടും. ഉണർവ് കത്തിപ്പടരും. നാം ഒരു ചെറിയ അവയവമെങ്കിലും അത് വൻ കാടിനെ കത്തിക്കുന്നു എന്ന് പറയുന്നത് പോലെ സഭയ്ക്കകത്ത് എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു മാറി അകത്ത് ആത്മാവിന്റെ ഉണർവ് വ്യാപരിക്കപ്പെട്ടാൽ അതൊരു കാട്ടുതീ പോലെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പടർന്നു തുടങ്ങിയാൽ, ഇന്ന് പകലിൽ നോക്കിക്കോ, രാജ്യത്തെ തീപിടിപ്പിക്കാൻ, ഉണർവിന്റെ കരുത്തിലേക്ക്, ഉണർവിന്റെ നെറുകയിലെത്തിപ്പാൻ ദൈവസഭകൾക്കകത്ത് വെളിപ്പെടുന്ന ആരാധനകൾക്കും ദൈവവചനത്തിനും ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും? ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, കെട്ടിയടച്ചപ്പെട്ട തോട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതിനകത്ത് കള്ളന്റെ പ്രവേശന സ്ഥലമല്ല സ്തോത്രം സഭ എന്ന് പറയുന്നത്. അടുത്ത പദം അടച്ചിരിക്കുന്ന ഒരു നീരുറവ്. ആദ്യത്തെ പദം കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പദം അടച്ചിരിക്കുന്ന ഒരു നീരുറവ. സ്തോത്രം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ എന്ന് പറഞ്ഞാൽ സഭ എന്ന് പറയുന്നത് കലങ്ങിക്കിടക്കുന്ന ഒരു വെള്ളമല്ല, ചെളി കൊണ്ട് നിറഞ്ഞൊരു വെള്ളമല്ല, ഏതെങ്കിലും ഓടയുടെയോ കനാലിൽ കൂടി വരുന്ന ഒരു വെള്ളമല്ല, മറിച്ച് കെട്ടി അടച്ചിരിക്കുന്ന ഒരു നീരുറവയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരട്ടെ. സ്തോത്രം, ഞാൻ അവന് ജീവന്റെ നദിയിൽ നിന്ന് സ്തോത്രം ജീവന്റെ ഉറവയിൽ നിന്ന് ഞാൻ അവന് കുടിക്കാൻ കൊടുക്കാം. എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, സഭയ്ക്കകത്ത് സഭ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണോ, അല്ലെങ്കിൽ കെട്ടിയടച്ചോണം? ഹല്ലേലൂയ. അല്ലെങ്കിൽ ചെറു കുറുക്കന്മാർ കയറി നശിപ്പിക്കാൻ എളുപ്പമാണ്. രണ്ട്, സഭയ്ക്കകത്ത് ഒഴുകുന്ന സ്തോത്രം ഒരു നീരുറവയുണ്ട്, അടച്ചിരിക്കുന്ന ഒരു നീരുറവ. ഇന്ന് പകലിൽ ആ നീരുറവയിൽ നിന്നും ജനം കുടിക്കാൻ വരുമ്പോൾ ആ നീരുറവയെ മാറ്റി കലക്കിക്കളയുന്ന എല്ലാ കലക്കങ്ങളും പൊളിയപ്പെടണം യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. ഇന്ന് പകലിൽ ആ നീരുറവയിൽ നിന്ന് കുടിപ്പാൻ തയ്യാറാകുമ്പോൾ ആത്മാവിന്റെ നദി നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുവാൻ ഇടയായി തീരും. രണ്ടാമത്തെ പദം അടച്ചിരിക്കുന്ന ഒരു നീരുറവ. ഇന്ന് പകലിൽ ആ നീരുറവയിൽ നിന്നും കുടിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതുകൊണ്ടാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, മുട്ടോളമല്ല അനയോളമല്ല, നിന്ദിയാലും കിടപ്പാൻ കഴിയാത്ത ഒരു നീരുറവയിലേക്ക് നീ ഞങ്ങളെ നടത്തണമേ. സങ്കീർത്തനക്കാരൻ പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിലും സ്വസ്ഥതയുള്ള നദിക്കരികത്തേക്ക് നീ എന്നെ നടത്തണമേ. അതെ, ഒരു നദിയാണ്. ഏതനിൽ ആരംഭിക്കുന്നു ആ നദി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ അത്
പറയുന്നു, ഒരു നദിയുണ്ട്, അത് ദൈവത്തിന്റെ വിശുദ്ധ നഗരത്തെ ചുറ്റി ഒഴുകുന്നു. ആ നദിയുടെ പ്രത്യേകത, അത് ഒഴുകി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കാത്തതിനെ ചലിപ്പിക്കുന്ന നദിയാണ്. ഇന്ന് പകലിൽ നിന്റെ സഭയ്ക്കകത്ത് അടച്ചിരിക്കുന്ന ഒരു നീരുറവയുണ്ടല്ലോ. ആമേൻ, സ്തോത്രം. അത് ആവശ്യമുള്ളവർക്ക് ആ നീരുറവയിൽ നിന്ന് കുടിക്കത്തക്ക നിലവാരത്തിൽ എല്ലാ കലക്കങ്ങളെയും എടുത്തു കളഞ്ഞ്, എല്ലാ മലിനതകളെയും എടുത്തു കളഞ്ഞ് ആമേൻ നീരുറവയായി തീരുവാൻ, ആമേൻ, സ്തോത്രം, ആമേൻ, നല്ല വെള്ളമായി തീരുവാൻ ഇത് പകൽ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. അടച്ചിരിക്കുന്ന ഒരു നീരുറവ ആമേൻ സഭയ്ക്കകത്ത് ഉണ്ടാകണം. കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമല്ല എങ്കിൽ നിന്റേത് സഭയല്ല. ആമേൻ, സ്തോത്രം. ഒരു നീരുറവ, അടച്ചിരിക്കുന്ന ഒരു നീരുറവ സഭയ്ക്കകത്ത് ഇല്ലെങ്കിൽ അതൊരു സഭയല്ല. മറ്റൊരർത്ഥം കൂടെ ഞാൻ പറയാം. ആമേൻ, സ്തോത്രം. നീരുറവ എന്ന് പറഞ്ഞാൽ, അടച്ചിരിക്കുന്ന ഒരു നീരുറവ എന്ന് പറഞ്ഞാൽ, ഏതു സമയത്ത് ഏത് വ്യക്തി ദാഹത്തോടെ വന്നാലും അവന്റെ ദാഹത്തെ ശമിപ്പിക്കാൻ സഭയ്ക്കകത്തുള്ള നീരുറവയ്ക്ക് കഴിഞ്ഞിരിക്കണം. ഏത് വ്യക്തി വിശപ്പോടെ വന്നാലും ഏത് സമയത്ത് വന്നാലും അവന്റെ വിശപ്പിനെ മാറ്റാൻ കരുത്തുള്ളതായിരിക്കണം സഭയ്ക്കകത്തുള്ള നീരുറവ. അല്ലാതെ ആമേൻ, സ്തോത്രം, കുറ്റം പറഞ്ഞും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പരിചാരിയും ആമേൻ വേദനിപ്പിച്ചും വേദനിപ്പിച്ചും കരയിപ്പിച്ചും വിടുന്നതല്ല സഭ. മറിച്ച് ഹല്ലേലൂയ നീരുറവ, ആമേൻ, സ്തോത്രം, നീരുറവ. ഏത് വ്യക്തി എപ്പോഴും ആമേൻ ദാഹിച്ചും വിശന്നും വന്നാലും അവന്റെ ദാഹത്തെയും എന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണുനീരിനെയും അവന്റെ വേദനകളെയും എടുത്തു മാറ്റാൻ കരുത്തുള്ള ഒന്നാകണം ദൈവസഭ എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ നീരുറവ എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ആ നീരുറവയിൽ നിന്നും ആമേൻ ദൈനംദിനം ആമേൻ, ആമേൻ, സ്തോത്രം, ദൈവത്തെ ആമേൻ, ഹല്ലേലൂയ, ദൈനംദിനം ആ നീരുറവയിൽ നിന്നും പാനം ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ഹല്ലേലൂയ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ദൈവസഭയെ മുദ്രയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആമേൻ ദൈവത്തിന്റെ സഭയാണ് മുദ്രയിട്ടിരിക്കുന്നത്. പേരിന്റെ കൂടെ ചർച്ച എഴുതി ചേർത്തതിനെയല്ല. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ സഭ എന്ന് ദൈവം പറയുന്നതിനെയാണ് മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ കിണറ്റിൽ വന്ന ആർക്കും അതിനെ കലക്കാൻ കഴിയത്തില്ല. അത് മുദ്രയിടപ്പെട്ടിരിക്കുന്ന കൂട്ടമാണ്. അത് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തിന്റെ പ്രത്യേകത നഷ്ടമോ ലാഭത്തിന്റെ കണക്ക് ആ കൂട്ടത്തിൽ പറയാനില്ല. ആ കൂട്ടം സകലതും ആമേൻ സകല ലാഭങ്ങളും ആമേൻ സകല ആമേൻ നല്ലതും ഛേദമെന്നെണ്ണിക്കൊണ്ട് ആ കൂട്ടം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാ. എന്തിനറിയാമോ? ഈ ലോകത്തിലുള്ള സകല ധനത്തേക്കാൾ ക്രിസ്തുവിനോടുകൂടി കഷ്ടം സഹിക്കുന്നത് ഏറെ നല്ലതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ പരമോന്നതന്റെ പരമവിളിയുടെ ലാക്കിനാൽ ആമേൻ നേരെ ഓടുവാൻ, മുൻപോട്ടോടുവാൻ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കൂട്ടമാണ്. മുദ്രയിട്ടിരിക്കുന്ന ഒരു കൂട്ടമാണ്. ഇന്ന് പകൽ ആലയത്തിനകത്ത് വന്ന് ആരാധിക്കുന്ന ദൈവജനമേ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ആലയത്തിനകത്തൊന്നും ആലയത്തിന് പുറത്ത് മറ്റൊന്നുമല്ല. അതിനെ അല്ല ദൈവം മുദ്രയിട്ടിരിക്കുന്നത്. എന്നും ആമേൻ, സ്തോത്രം. ആലയത്തിന് പുറത്തും ആലയത്തിനകത്ത് ഒരുപോലെ വിശുദ്ധിനകത്ത് സൂക്ഷിക്കുന്ന ഒരു വറ്റം കൂട്ടത്തോടെയോ മുദ്രയിട്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? അന്ത്യനാളിൽ കാഹളം ധരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന നാം. അതാണ് നമ്മുടെ മഹത്വകരമായ പ്രത്യാശ. ഒരു ക്രിസ്തു ഭക്തന്റെ ഏറ്റവും വലിയ പ്രത്യാശ അതാണ്. മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി. അതെ, മരിക്കുന്നത് ലാഭമെന്നെണ്ണുന്ന ആമേൻ സകല ധനവും ഛേദമെന്നെണ്ണുന്ന ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി സകലതും ഉപേക്ഷിച്ച് ആമേൻ മണവാളന്റെ മണവാട്ടിയായി തീരുവാൻ തന്നെത്താൻ ആമേൻ ഒരുക്കി വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് മണവാളന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എടുക്കപ്പെടുവാൻ തയ്യാറായിരിക്കുന്ന ദൈവത്താൽ മുദ്രയിടപ്പെട്ട ഒരു കൂട്ടർ ഇന്ന് പകലിൽ മറന്നു പോകരുത്. ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയാ. ഇന്ന് പകലിൽ മറന്നു പോകരുത്. ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് ഒരു വലിയ ദൈവിക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. എന്റെ സഹോദരി, എന്റെ കാന്തേ, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. സഭ ദൈവത്തിന്റെ തോട്ടമാണ്. ദൈവത്തിന്റെ തോട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകം
4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അത് ഏദൻ തോട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഏദൻ തോട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആദമിലും ഹവ്വയിൽ നിന്നും ഉണ്ടായ പാപത്തിന്റെ പരിണിത ഫല നിമിത്തം ദൈവം അവരോട് പറയുന്ന ഒരു കാര്യമാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. ഒന്നുകൂടെ പറഞ്ഞു. നീ കൃഷി ചെയ്യുമ്പോൾ തരികയില്ല. അപ്പം തോട്ടത്തിൽ അവിശ്വസ്തത കാണിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ വെളിപ്പെട്ട ഒരു പദമാണ്, വെളിപ്പെട്ട ഒരു കാര്യമാണ് ആ പറഞ്ഞത്. 5-ാം അധ്യായം കൂടെ വെച്ച് 5-ാം അധ്യായം 1-ാം വാക്യം. കണ്ടോ, ആദമിന്റെ വംശപാരമ്പര്യമാണിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിച്ചു. സ്വന്തം സൃഷ്ടിച്ച നാളിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു, അവർക്ക് പേരിട്ടു, അവരെ ഒരു തോട്ടത്തിലാക്കി. ആ തോട്ടത്തിന്റെ പേര് ഏദൻ തോട്ടം എന്നാണ്. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു തോട്ടമുണ്ട്. ഇന്ന് ഭൂമിയിൽ ഒരൊറ്റ തോട്ടമേ ഉള്ളൂ. അത് ദൈവസഭ എന്ന ദൈവത്തിന്റെ തോട്ടമാണ്. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. അടുത്ത പദത്തിലേക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 18-ാം വാക്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 18-ാം വാക്യം. സ്വതന്ത്രം. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേർ പറയും. സ്തോത്രം. ഇതാണ് കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത. നിന്റെ അതിരിന് രക്ഷ എന്നും നിന്റെ വാതിലിന് സ്തുതി എന്നും പേർ പറയും. അപ്പൊ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടത്തിനകത്ത് 2 കാര്യങ്ങൾ ഉറപ്പാണ്. ഒന്ന് രക്ഷയും ഉറപ്പാണ്, 2 സ്തുതിയും വേണം. ഇത് തന്നെയാണ് പഴയ നിയമത്തിനകത്ത് നോഹയോട് ദൈവം പറഞ്ഞതനുസരിച്ച് ജനത്തോട് ആഹ്വാനം ചെയ്തപ്പോഴും ജനമെല്ലാം അനുസരണക്കേട് കാണിച്ച് പിന്മാറിപ്പോയപ്പോഴും രക്ഷപ്പെടുവാനുള്ള ഒരു ചെറിയ കൂട്ടം, അല്ലെങ്കിൽ രക്ഷപ്പെടുവാനുള്ള നോഹയുടെ കുടുംബവും മാത്രം ആ പെട്ടകത്തിനകത്ത് കയറി രക്ഷ പ്രാപിച്ചു. ആ പെട്ടകത്തിനകത്താണ് രക്ഷയിരുന്നത്, പുറത്ത് രക്ഷയില്ലായിരുന്നു. പുറത്ത് ന്യായവിധി സംഭവിക്കുമ്പോൾ പെട്ടകത്തിനകത്ത് രക്ഷ വെളിപ്പെട്ടു. ഇതാണ് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുന്നത്. അവൻ കെട്ടി അടച്ചിരിക്കുന്ന തോട്ടത്തിനകത്ത് ഇതാണ് വെളിപ്പെട്ടത്. ഒന്ന് രക്ഷ, ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പിശാചിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ഈ ലോകത്തിലുള്ള സകല തിന്മയിൽ നിന്നും നിന്നെ രക്ഷിച്ച് നിത്യജീവന്റെ പുത്രനെന്ന പുത്രി എന്ന ദൈവിക അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് സ്വതന്ത്രം സ്വതന്ത്രം ദൈവിക രക്ഷ എന്ന് പറയുന്നത്. അടുത്ത പദം പറയുകയാണ്, നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേരിടും. വാതിലുകൾക്ക് സ്തുതി. അതെ, യഹോവയുടെ ആലയത്തിൽ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കണം. യഹോവയുടെ ആലയം സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കണം. യഹോവയുടെ ആലയത്തിനകത്ത് കുറ്റം പറയുന്നവരല്ല, യഹോവയുടെ ആലയത്തിനകത്ത് പരസ്പരം പാരപണിയുന്നവരല്ല, യഹോവയുടെ ആലയത്തിനകത്ത് നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കണം. ഇന്ന് പകൽ യഹോവയുടെ ആലയത്തിനകത്ത് മുഴങ്ങേണ്ടത് കലഹത്തിന്റെ ശബ്ദവും ആത്മാവുമല്ല, സ്തുതിയുടെ ശബ്ദവും സ്തുതിയുടെ ആത്മാവുമാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? അതേ, കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ് ദൈവസഭ. ആ സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് രക്ഷ, 2 സ്തുതി. എപ്പോഴും ദൈവസഭയ്ക്കകത്ത് എപ്പോഴും രക്ഷ, സ്തുതി വെളിപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം.
1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്നുവെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. സ്തോത്രം. ഒന്നാമത്തെ പ്രത്യേകത, കെട്ടിയടക്കപ്പെട്ട തോട്ടമാണ് ദൈവസഭ. രണ്ടാമത്തെ പ്രത്യേകത, ഈ തോട്ടം വെറുതെ ഒരു തോട്ടമല്ല, ഇത് വിലയേറിയ തോട്ടമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള ഒന്നുകൊണ്ടല്ല ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങൾ വിലയേറിയവരാണ്. സ്വത്രം. വിലയേറിയ തോട്ടമാണെങ്കിൽ ആ തോട്ടത്തിനകത്ത് ആക്കുന്നവരുടെ പ്രത്യേകത, അല്ലെങ്കിൽ തോട്ടത്തിനകത്ത് കഴിയുന്നവരുടെ പ്രത്യേകത, നിങ്ങൾ വിലയേറിയ ദൈവസഭ എന്ന വിലയേറിയ തോട്ടത്തിനകത്ത് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്. ഒരുപക്ഷെ മനുഷ്യന് നിങ്ങൾ കുറച്ചിലായിരിക്കാം, മനുഷ്യന് നിങ്ങൾ കുറഞ്ഞ വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ പറയുക, ദൈവത്തിന് നിങ്ങൾ വിലയേറിയവർ തന്നെയാ. ദൈവത്തിന് നിങ്ങൾ വിലയേറിയവർ തന്നെയാ. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് നിങ്ങളിലൂടെ ചിലത് ചെയ്തെടുക്കാൻ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് വിലയേറിയ തോട്ടത്തിനകത്ത്, ദൈവസഭ എന്ന തോട്ടത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറന്നു പോകരുത്, വിലയേറിയ തോട്ടം. ദൈവത്തിന് നിങ്ങൾ വിലയേറിയവരാണ്. മറന്നു പോകരുത്, ദൈവത്തിന് നിങ്ങൾ വിലയേറിയവരാണ്. പ്രിയരേ, നിങ്ങൾ എല്ലാവരും ദൈവത്തിന് വിലയേറിയവരാണ്. അതുകൊണ്ടാണ് ദൈവം തന്റെ തോട്ടത്തിനകത്ത് ദൈവം നിങ്ങളെ ആക്കിയിരിക്കും. നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്. മത്തായിയുടെ സുവിശേഷം മലാക്കി പുസ്തകം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. മലാക്കി പുസ്തകം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. മലാക്കി 3:16. യഹോവയുടെ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. സ്വന്തം. അപ്പം നോക്കിക്കേ, നിങ്ങൾ ദൈവത്തിന് എത്രയും വിലയേറിയവരാണെന്ന്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുന്നു. ആമേൻ, ആമേൻ. ദൈവത്തെ ഓർക്കുന്നവർക്ക് വേണ്ടി യഹോവ തന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം വെച്ചിരിക്കുന്നു. സ്വത്രം, സ്വത്രം. അപ്പം ദൈവത്തിന് നിങ്ങൾ എത്രത്തോളം വിലയേറിയവരാണ്. മനുഷ്യന് നിങ്ങൾ വിലയേറിയവരല്ലായിരിക്കാം, മനുഷ്യന് നിങ്ങൾ കുറഞ്ഞവരായിരിക്കാം. ആമേൻ. പക്ഷെ ദൈവത്തിന് നിങ്ങൾ വിലയേറിയവരാണ്. മറന്നുപോകരുത്, ദൈവത്തിന് നിങ്ങൾ വിലയേറിയവരാണ്. ഒന്നിനോട് താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. ആമേൻ. അവനെ കണ്ടോ ഇവനെ കണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന് നിങ്ങൾ വിലയേറിയവരാണ്. നിങ്ങളുടെ മൂല്യം നിങ്ങൾക്കറിയത്തില്ലെങ്കിലും ദൈവത്തിന് നിങ്ങൾ വിലയേറിയവരാണ്. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചതല്ല, ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ അന്ത്യകാലത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് ആമേൻ, നിങ്ങൾ വിശ്വസ്തരായി നിന്നുകൊണ്ട് അന്ത്യകാലത്തിന്റെ ഉണർവിന് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും പോരുന്ന ദൈവജനമേ, നിങ്ങളിലൂടെ അന്ത്യകാലത്തിന്റെ ഉണർവ് സംഭവിപ്പാൻ ആമേൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. 13-ാം അധ്യായം അതിന്റെ 44 മുതലുള്ള വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞു, ഇത് വിലയേറിയ തോട്ടമാണ്.
വിലയേറിയ തോട്ടത്തിനകത്ത് എന്താണുള്ളത് അതാണ് അവിടെ എഴുതി വെച്ച്. സ്വർഗരാജ്യം അവൻ വയലിൽ ഒളിപ്പിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യം എന്ന് പറഞ്ഞാൽ വിലയേറിയ തോട്ടത്തിനകത്താണ് ദൈവത്തിന്റെ നിക്ഷേപം ഇരിക്കുന്നത്. സ്വത്രം 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 സ്വത്രം. ഇന്ന് പകലിൽ മറന്നു പോകരുത്. അവൻ നിങ്ങളെ ദൈവം കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടത്തിനകത്താക്കിയെങ്കിൽ ആ തോട്ടത്തിന്റെ പ്രത്യേകത, ആ തോട്ടത്തിനകത്ത് രക്ഷയും സ്തുതിയും ഉണ്ടാകുമ്പോൾ തന്നെ ആ തോട്ടത്തിന്റെ പ്രത്യേകത വിലയേറിയ തോട്ടമാണ്. രണ്ട്, ആ തോട്ടത്തിനകത്ത് ആക്കി ദൈവം നിങ്ങളെ ആക്കി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്. അടുത്ത പദം എന്താണ്? തോട്ടത്തിനകത്ത് ദൈവത്തിന്റെ നിക്ഷേപം ഇരിക്കുന്ന ഇടമാണ്. അതുകൊണ്ടാണ് നാം വായിച്ച വേദഭാഗത്തിൽ പറയുന്നു, വയലിനകത്ത് നിധി ഒളിപ്പിച്ചു വെച്ചവനോട് സദൃശ്യം. സ്വത്രം സ്വത്രം സ്വത്രം. അതെ 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 അതെ, ദൈവരാജ്യത്തിന്റെ വയലിനകത്ത് ഒരു നിധി മറഞ്ഞിരിക്കുകയാണ്. നിധി ഒരു നാൾ മറനീക്കി വെളിപ്പെട്ടു വരും. എന്താണ് ആ നിധി എന്നറിയാമോ? മണവാളൻ മണവാട്ടിയെ ചേർക്കുന്ന മഹാസുദിനം എന്ന മഹാദിനം. ഹല്ലേലൂയ. പലരും വേണ്ട എന്ന് പറഞ്ഞ് മതപ്രബോധനം എന്ന് പറഞ്ഞ് മതപരിവർത്തനം എന്ന് പറഞ്ഞ് തള്ളി മാറ്റുമ്പോൾ ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറച്ചു പറയാം. സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ വരവ് ഏറ്റവും അസന്നമായിരിക്കുന്നു എന്നറിയാം. ഞങ്ങൾ വിലയേറിയ സ്തോത്രം, ഞങ്ങൾ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടത്തിനകത്തായിരിക്കുന്നവരാണ്. വിലയേറിയ തോട്ടമാണ് ഈ തോട്ടത്തിനകത്ത് ദൈവം ഞങ്ങളെ ആക്കിയിരിക്കുന്നത്. ഈ തോട്ടത്തിനകത്ത് വലിയൊരു ദൈവത്തിന്റെ നിക്ഷേപമുണ്ട്. ആ നിക്ഷേപത്തിന് വേണ്ടി ആ നിധിക്ക് വേണ്ടി ഒരു നാൾ ആ നിധിയുടെ മറ മാറ്റി അവൻ വെളിപ്പെട്ടു വരുന്ന സുദിനം അസന്നമായെന്ന് ഇന്ന് പകലിൽ മറന്നുപോകരുത്. അപ്പൊ ദൈവത്തിന്റെ നിക്ഷേപം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. അവിടെ ഞാൻ മുമ്പേ പറഞ്ഞു, നീ അവന് അവന്റെ വീടിന് ചുറ്റും അവനുള്ളതിനും സകലത്തിനും ചുറ്റും വേലി കെട്ടിയില്ലയോ? സ്വത്രം. നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയില്ല കേട്ടോ. അവന് മാത്രമല്ല, നീ അവന് മാത്രമല്ല, അവനും അവന്റെ വീടിനും, മൂന്നാമത്തെ തലം, അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയില്ലയോ? സ്വത്രം. അപ്പം ഒരാൾക്ക് മാത്രമല്ല, ഇയ്യോബിന് മാത്രമല്ല വേലി കെട്ടി മറച്ചത്, അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടി. ഇതാണ് കെട്ടി അടയ്ക്കപ്പെട്ട തോട്ടമെന്നും നീയും നിനക്കുള്ള, അതാണ് സഭയ്ക്കകത്ത് വരുന്ന ഒരു ദൈവത്തിന്റെ പ്രത്യേകത. അവനും അവനുള്ളതിനും സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ വീടിന് ചുറ്റും അസാധാരണമായ ഒരു സംരക്ഷണ വലയം തീർക്കുന്നതാണ് സഭയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി ചലിക്കുമ്പോൾ സംഭവിക്കുന്നത്. സഭയ്ക്കകത്ത് ഒരു വ്യക്തി വന്ന് ആരാധിക്കുമ്പോൾ സംഭവിക്കുന്നത്, സഭയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്, ഒരു സഭയോട് ഒരു ദൈവദാസനോട് ചേർന്ന് നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്, അവനും അവന്റെ വീടിനും അവനുള്ളതിനും ശത്രു തകർത്ത് കളയാതെ, ശത്രു പാറ്റിക്കളയാതെ, ശത്രു ഉടച്ചു കളയാതെ അതിനു ചുറ്റും വേലി കെട്ടുന്ന ഒരു സംരക്ഷണ വലയം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, നീ ആരാധിക്കുന്ന സഭയ്ക്കകത്തു നിന്നും വെളിപ്പെടുന്ന ആത്മാവിന്റെ ശക്തിയാണ് നിന്നെയും നിന്റെ ഭവനത്തെയും ഭവനത്തിലുള്ളവരെ തൊടാതെ വേണം ഒരു വേലി കെട്ടി ദൈവം നിന്നെ മറയ്ക്കുന്നത്. അതുകൊണ്ട് മറന്നു പോകരുത്, ഇത് കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണ്. ഇത് ദൈവത്തിന് സ്തോത്രം. ഒരു ദൂത് ഞാൻ കൈമാറാം. നിനക്കും നിന്റെ വീടിനും നിനക്കുള്ളതിനും ദൈവം വേലി കെട്ടിയാൽ ആ വേലിയെ പൊളിക്കാൻ പിശാചിന് സാധ്യമല്ല. പിശാചിന് സാധിക്കുമെങ്കിൽ ഇയ്യോബിന്റെ വേലി അവൻ ദൈവത്തോട് സമ്മതം ചോദിക്കാതെ പൊളിച്ചേനെ. ഇല്ല പിശാചേ, നിനക്ക് പൊളിക്കാൻ കഴിയാത്ത ഒരു വേലി നിനക്കും നിന്റെ വീടിനും നിനക്ക് ചുറ്റുമുള്ളവർക്ക് ദൈവമാക്കിയിരിക്കുകയാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ ഭവനത്തെ അടിക്കടിയായി സ്തോത്രം കയറി വരുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നിന്റെ ഭവനത്തെ, നിന്റെ തലമുറകളെ തകർത്ത് കളവാൻ നോക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. ഭൗതിക നന്മകളെ ചൊട്ടിക്കളഞ്ഞ ശാരീരിക തലങ്ങളെ തകർത്ത് കളവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവിനെ നിനക്ക് നിന്റെ വീടിനും നിന്റെ വീടിനുള്ളതിന് ചുറ്റും വേലി കെട്ടി മറയ്ക്കുന്നൊരു ദൈവത്തിന്റെ സൂക്ഷിപ്പ് അത് വെളിപ്പെട്ടു വരട്ടെ. സ്വത്രം സ്വത്രം സ്വത്രം. അടുത്ത പദം ഉത്തമഗീതം 4-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. സ്വത്രം. അതാണ് രണ്ടാമത്തെ പദം പറഞ്ഞത്. ഒന്ന്, കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം. രണ്ട്, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്. ആ നീരുറവ വായിച്ചാണ്.
നീ തോട്ടങ്ങൾക്ക് ഒരു നീരുറവയാണ്. സ്വത്രം സ്വത്രം വറ്റിപ്പോകാത്ത കിണറും ലെബാനോനിൽ നിന്നും ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. സ്വത്രം സ്വത്രം സ്വത്രം. ഈ സഭയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? വറ്റാത്ത നീരുറവ സഭയിലേ ഉള്ളൂ. ബാക്കിയുള്ളിടത്ത് നീരുറവകളെല്ലാം വറ്റും. പക്ഷെ സഭയ്ക്കകത്ത് നീരുറവ വറ്റത്തില്ല. എലിയാവേ, കെരീതിൽ നീരുറവ വറ്റിയാലും സാറാഫാത്തിൽ നിന്നിലൂടെ ഒരു പുതിയ നീരുറവ തുറക്കുകയാണ്. സാറാഫാത്തിൽ ആരുടെയൊക്കെ വീട്ടിൽ ക്ഷാമം കയറിയാലും ആ വിധവയുടെ വീട്ടിൽ ക്ഷാമം കയറാതെ, ആ വിധവയുടെ വീടിനകത്ത് മരണദൂതൻ കയറാതെ നിന്റെ അകത്തുള്ള നീരുറവ നീ അവിടെ തുറക്കുകയാണ്. ഇതാ സഭയുടെ പ്രത്യേകത. മരണം കാത്തു നിൽക്കുന്നവന്റെ മുമ്പിൽ ഒരു നീരുറവ തുറന്നു കൊടുക്കുകയാണ്. പ്രതീക്ഷകൾ അസ്തമിച്ചവന്റെ മുമ്പിൽ ഒരു നീരുറവ തുറന്നു കൊടുക്കുകയാണ്. സകലതും തകർന്നു എന്ന് പറയുന്നവന്റെ മുമ്പിൽ ഒരു നീരുറവ തുറന്നു കൊടുക്കുകയാണ്. ഒരിക്കലും വറ്റാത്ത, ആർക്കും വറ്റിക്കാൻ കഴിയാത്ത നീരുറവ. സ്വതന്ത്രം. നീരുറവ വറ്റാത്ത തോട്ടമാണ്. സ്വതന്ത്രം. അതാണ് ദൈവസഭയുടെ പ്രത്യേകത. ചിലർ പറയും ഞങ്ങൾ പോയാലെല്ലാം തീർന്നു, ഞങ്ങൾ പോയാലെല്ലാം നിന്നു പോകും, ഞങ്ങൾ പോയതോടെ എല്ലാം നശിക്കും, എല്ലാം തീർന്നുപോയി. ആര് വന്നാലും ആര് പോയാലും ദൈവം നട്ടതാണെങ്കിൽ ആ നീരുറവയെ വറ്റിക്കാൻ ഒരു ശത്രുവിനും സാധ്യമല്ല, ഒരു പിശാചിനും സാധ്യമല്ല, ഒരു മനുഷ്യനും സാധ്യമല്ല. നീ നട്ടതല്ല, ദൈവം നട്ടതാണ്. ദൈവം നട്ടതാണെങ്കിൽ അതിനകത്തൊരു നീരുറവയുണ്ട്. ആ നീരുറവ നീ എന്തൊക്കെ പറഞ്ഞാലും വറ്റുന്ന നീരുറവയല്ല. ആമേൻ. അത് വറ്റാത്ത നീരുറവയാണ്. ഇന്ന് പകലിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക. വറ്റുന്ന നീരുറവയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിങ്ങനെ തട്ടിയും മുട്ടിയും അങ്ങ് പൊക്കോളും. പക്ഷേ ആമേൻ, സ്തോത്രം, വറ്റാത്ത നീരുറവയ്ക്ക് അതിനെ വറ്റിക്കുന്ന വിധത്തിലുള്ള പല പ്രശ്നങ്ങളും ആമേൻ ഹല്ലേലൂയ എഴുന്നള്ളി വരുമ്പോഴും ഓർക്കുക, നിന്റെ അകത്ത് പകർന്നത് വറ്റാത്തതായതുകൊണ്ടാണ്. നിന്റെ അകത്ത് പകർന്നത് വറ്റാത്ത നീരുറവയായതുകൊണ്ടാണ്. കുഞ്ഞെ, ഒരു മനുഷ്യൻ വിചാരിച്ചാൽ പൊട്ടിക്കാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ സഭ. ഒരു വ്യക്തി സഭയിൽ നിന്ന് വിട്ടുപോയാൽ ആമേൻ അവൻ പോയത് കൊണ്ട് എല്ലാം മടക്കി വെക്കാൻ പറ്റുന്നതുമല്ല ദൈവത്തിന്റെ സഭ. ഒരുപക്ഷെ മനുഷ്യനുണ്ടാക്കിയ മാനുഷിക ബുദ്ധിയിൽ തുടങ്ങിയതാണെങ്കിൽ എപ്പോഴേ തകർന്നു പോയെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ദൈവം നട്ടതെങ്കിൽ, ദൈവം തുടങ്ങി വെച്ചതെങ്കിൽ അതിനെ തടയാൻ ആര് വന്നാലും ആര് വന്നില്ലെങ്കിലും അതിനെ തടയാൻ സാധ്യമല്ല. ആ നീരുറവ തുറന്നത് ദൈവമാണെങ്കിൽ ആ ഉറവ തുറന്നുകൊണ്ടേയിരിക്കും. കണ്ടോ, നീരുറവ, വറ്റാത്ത തോട്ടം. സ്വത്രം സ്വത്രം. വറ്റിപ്പോകുന്ന തോട്ടങ്ങളുണ്ട്, എന്നാൽ വറ്റാത്ത തോട്ടം. ഈ തോട്ടത്തിന്റെ പ്രത്യേകത ഇത് വറ്റിപ്പോകത്തില്ല. അവൻ പേരിന്റെ അവസാനം ചർച്ച എന്ന് പറഞ്ഞ പേരിൽ മാത്രം കാണുന്ന ചർച്ചകളുടെ അകത്ത് നീരുറവകൾ വറ്റിപ്പോകുമ്പോൾ എന്റെ കുഞ്ഞെ, ദൈവസഭയ്ക്കകത്തെ, ദൈവത്തിന്റെ സഭയ്ക്കകത്തെ നീരുറവ ഒരിക്കലും വറ്റിപ്പോകുന്നതല്ല. അതൊരിക്കലും വറ്റിപ്പോകുന്നതല്ല. ഏത് സമയത്ത് ഏത് വിഷയത്തോടെ വന്നാലും അവൻ ആ വിഷയത്തിനകത്ത് മറുപടി ഉണ്ട്, അവൻ ആ വിഷയത്തിനകത്ത് വിടുതലുണ്ട്, അവൻ ആ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തിയുണ്ട്. അതാണ് സഭയ്ക്കകത്ത് ഒഴുകുന്ന വറ്റാത്ത നീരുറവയുടെ പ്രത്യേകത. ദൈവം നട്ട സഭയ്ക്കകത്ത് ദൈവം തുറന്ന നീരുറവയെ വറ്റിക്കാൻ നീ നോക്കരുത്. സ്വന്തം ദൈവം നട്ടതാ സഭയെങ്കിൽ അതിനകത്ത് നീരുറവ, സ്തോത്രം, വറ്റാത്ത നീരുറവ ഒഴുകുന്നുണ്ടെങ്കിൽ ആ നീരുറവയെ വറ്റിക്കാൻ മാനുഷിക ബുദ്ധികൾക്ക് അസാധ്യമാണ്. അതിനെ വറ്റിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. ദൈവത്തോട് കളിക്കാൻ മനുഷ്യന് സാധിക്കുമോ? ഒരിക്കലുമില്ല. നീ തോട്ടങ്ങൾക്ക് ഒരു നീരുറവ, വറ്റിപ്പോകാത്ത ഒരു കിണറും തന്നെ. യോഹന്നാന്റെ പുസ്തകത്തിലേക്ക് വരാം. 7-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 7-ാം അധ്യായം 37-ാമത്തെ വാക്യം. ഉത്സവത്തിന്റെ മഹാദിവസമായ ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട് പറയുക, ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരട്ടെ. ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ. കണ്ടോ, ഈ വിശ്വാസം യേശുവിലുള്ള വിശ്വാസമാണ്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നാണ് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകിയത്. അങ്ങനെയാണ് പ്രവാചകൻ അവൻ കെരീന് പറ്റിയപ്പോൾ സാറാഫാത്തിൽ ചെന്നപ്പോൾ അവന്റെ അകത്തുനിന്ന് ആ നദി ഓവർഫ്ലോ ആയത്. ഇന്ന് പകലിൽ മറന്നു പോകരുത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. വറ്റിക്കാൻ നോക്കുമ്പോൾ വറ്റിപ്പോകുന്നത്, ആമേൻ, സ്തോത്രം, ദൈവസഭയ്ക്കകത്തെ നീരുറവയല്ല, അത് പേരിൽ മാത്രമുള്ള സഭയുടെ നീരുറവയാണ്. എന്നാൽ ദൈവസഭയുടെ നീരുറവ ആര് വറ്റിക്കാൻ നോക്കിയാലും വറ്റിപ്പോകുന്നതല്ല. ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരട്ടെ എന്ന് യേശു അരുളി ചെയ്തിട്ട് പറയുക, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നിന്റെ അകത്തു നിന്നും ഒഴുകേണ്ടത് കയ്പല്ല, നിന്റെ അകത്തു നിന്നും ഒഴുകേണ്ടത് ജലത്തിന്റെ ഫലങ്ങളല്ല, നിന്റെ അകത്തു നിന്നും ഒഴുകേണ്ടത് പൈശാചിക തലങ്ങളല്ല, നിന്റെ അകത്തു നിന്നും ഒഴുകേണ്ടത് ജീവജലത്തിന്റെ നദിയാണ്. ജീവജലത്തിന്റെ നദിയാണ്. മരിച്ചതിനെ ജീവിപ്പിക്കുന്ന നദി, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന നദി. ഇന്ന് പകൽ നിന്റെ അകത്തളങ്ങളിൽ നിന്നും ഒഴുകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ. അതെ, അവൻ സ്തോത്രം. ഈ തോട്ടം വിലയേറിയ തോട്ടമാണ്. ഇതിനകത്ത് ദൈവത്തിന്റെ നിക്ഷേപമുള്ള തോട്ടമാണ്. രണ്ട്, ദൈവത്തിന്റെ നിക്ഷേപം അവൻ ഉള്ള വിലയേറിയ തോട്ടമാണ്. ഇതിനകത്ത് ദൈവത്തിന്റെ നിക്ഷേപം മാത്രമല്ല ഉള്ളത്. ആമേൻ, സ്തോത്രം. മറ്റൊരു കാര്യം കൂടെ, ആമേൻ, സ്തോത്രം, ഇതിനകത്തുണ്ട്. എന്താണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. ഈ തോട്ടങ്ങളുടെ നടുവിൽ ഒരു നീരുറവ, വറ്റിപ്പോകാത്ത ഒരു നീരുറവയും ഒരു കിണറും ഉണ്ട്. ഒരു പദം കൂടെ ചിന്തിക്കാം. 4-ാം അധ്യായം, ഉത്തമഗീതം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിൽ നിന്നും ഊത്. ദൈവത്തിന്റെ തോട്ടത്തിൽ വാടയല്ല എടുക്കുന്നത്. ദൈവത്തിന്റെ തോട്ടത്തിൽ ചത്തതും അഴകിയതും പഴകിയതും അല്ല ഉള്ളത്. ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്നും സുഗന്ധം പുറത്തു വരട്ടെ. 2 കൊരിന്ത്യർ ലേഖനം ഒന്ന് വായിച്ചു. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെ ഒന്ന് വായിച്ചു. 2 കൊരിന്ത്യർ 2 14 മുതൽ 16 വരെ. ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ജയോത്സവമായി നടത്തുകയും തന്റെ പരിജ്ഞാനത്തിന്റെ വാസന എല്ലായിടത്തും ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലൊരു സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നമ്മളിലൂടെ ദൈവത്തിന്റെ വാസന, പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. മറന്നുപോകരുത്, സഭയ്ക്കകത്ത് നിന്നും ചത്തതും നാറിയതും പഴകിയതുമായ വാടയല്ല വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ സഭയ്ക്കകത്തു നിന്നും സുഗന്ധം വീശുന്ന തോട്ടമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. സുഗന്ധം വീശുന്ന തോട്ടം, സുഗന്ധം വീശുന്ന തോട്ടം. അവൻ സ്തോത്രം. പല തോട്ടങ്ങളിലേക്ക് പോകാൻ കഴിയത്തില്ല. വല്ലാതെ നാറ്റമാണ്. അവൻ വല്ലാത്ത വാടയാണ്. ചത്തതും ചീഞ്ഞതും അളിഞ്ഞതും എല്ലാം കൂടെ കിടക്കുകയാണ്. പല തോട്ടങ്ങളുടെ അകത്തും പുറമേ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, അകത്തോട്ട് കയറുമ്പോൾ പല പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ തോട്ടത്തിന്റെ പ്രത്യേകത, ഇത് സുഗന്ധം വീശുന്ന തോട്ടമാണ്. ഇത് സുഗന്ധം വീശുന്ന തോട്ടമാണ്. ദൈവവൈതലേ, നിന്റെ അകത്തു നിന്നും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമല്ലാതെ ആകാത്തതെന്തെങ്കിലും നിന്റെ അകത്തു നിന്നും പുറത്തു വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ തോട്ടത്തിനകത്തല്ല എന്നുള്ളതാണ്. നീ തോട്ടത്തിനകത്താണെങ്കിൽ നിന്റെ അകത്തു നിന്നും വരുന്നതിന് ഒരു സുഗന്ധമുണ്ടായിരിക്കും, ഒരു മണമുണ്ടായിരിക്കും, ഒരു ഗന്ധമുണ്ടായിരിക്കും. അതൊരുവനെ തകർക്കുന്നതല്ല, അതൊരുവന്റെ വിശ്വാസത്തെ ചോർത്തി
കൊത്തിക്കളയുന്നതല്ല. അതൊരുവനെ സ്തോത്രം അവൻ ആരാധിക്കുന്ന ഇടത്തുനിന്ന് അവനെ പറിച്ചു കൊണ്ടുപോകുന്നതല്ല, മറിച്ച് അവന്റെ അകത്ത് ഉൾക്കരുത്ത് കൊടുക്കുന്ന, അവന്റെ അകത്ത് ആത്മബലം കൊടുക്കുന്ന, അവന്റെ അകത്ത് ദൈവപ്രവർത്തികളെ അവൻ ചലിപ്പിക്കുന്ന, അവന്റെ അകത്ത് വിശ്വാസത്തെയും പ്രത്യാശയും വർദ്ധിപ്പിക്കുന്ന, അവന്റെ അകത്ത് ദൈവത്തോട് അടുക്കാൻ കൃപ ചെയ്യുന്ന ഒരു തലം നിന്റെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. സ്വത്രം സ്വത്രം സ്വത്രം. എന്താ വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക എന്ന് പറയുന്നത്? വടതിക്കാറ്റ് എന്ന് പറയുന്നത് ലെബാനോനിലെ സുഖശീതളമാണ്, സുഖകരമായ പാനീയമാണ്, അല്ലെങ്കിൽ സുഖശീതളമാണ് വടതിക്കാറ്റ് എന്ന് പറയുന്നത്. എന്താ തെന്നിക്കാറ്റ്? തെന്നിക്കാറ്റ് യഹൂദ മരുഭൂമിയിൽ നിന്ന് യഹൂദ മരുഭൂമിയിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെയാണ് തെന്നിക്കാറ്റ് എന്ന് പറഞ്ഞോ. അപ്പം സ്തോത്രം ദൈവത്തിന്റെ തോട്ടത്തിനകത്ത് സ്തോത്രം പറയുകയാണ്, വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എന്റെ തോട്ടത്തിൽ നിന്നും സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. സ്വത്രം സ്വത്രം സ്വത്രം. അതിന്മേൽ ഊതുക, അതിന്മേൽ ഊതുക. ക്രിസ്തുവിന്റെ യാഗത്തെ സ്വീകരിച്ച ദൈവജനമേ, നിന്റെ യാഗത്തിൽ നിന്നും സൗരഭ്യവാസന പുറത്തു വരട്ടെ. സ്വത്രം. ഇവിടെ പറയും വടതിക്കാറ്റ് ഉണരുക, തെന്നിക്കാറ്റെ വരിക. നമ്മൾ ലെബാനോനിലെ സുഖശീതളവും സ്തോത്രം യഹൂദ മരുഭൂമിയിൽ നിന്നുള്ള ആ ചൂടുകാറ്റും ആ ഉഷ്ണക്കാറ്റും ഈ തോട്ടത്തിനകത്തേക്ക് ഒന്ന് അടിക്കട്ടെ. സ്തോത്രം. അതിൽ നിന്നും സുഗന്ധം പുറത്തു വരട്ടെ, അതിൽ നിന്നും സുഗന്ധം പുറത്തു വരട്ടെ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം, ഈ സുഗന്ധം അകത്തു വെച്ച് അതിനെ പുറത്തെടുത്ത ഒരാളുണ്ട്, നസ്രയനായ യേശു ക്രിസ്തു. ആ യേശു ഒരു മരണ വീട്ടിലേക്ക് ചെന്നു, താൻ ഏറ്റവും സ്നേഹിച്ച ലാസറിന്റെ വീടിനകത്തേക്ക് ചെന്നു. ആ വീടിന്റെ അന്തരീക്ഷം ഒറ്റവാക്കിലൊന്ന് വിശദീകരിക്കാം. മരണം മൂടി വെച്ചിരിക്കുന്ന ഒരു വീട്, പ്രതീക്ഷകൾ അസ്തമിച്ച ഒരു വീട്, കണ്ണീർ വാർക്കാത്ത കണ്ണുകളുള്ള, കണ്ണീർ തോരാത്ത കണ്ണുകളുള്ള ആളുകൾ അടങ്ങിയിരിക്കുന്ന ഭവനം, നിരാശകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭവനം, എല്ലാം അസ്തമിച്ച് എല്ലാം തീർന്ന ഒരു ഭവനം, നാറ്റം വമിക്കുന്ന ഒരു ഭവനം. ഇന്ന് പകലിൽ കല്ലുരുട്ടി മാറ്റുക എന്ന് പറയുമ്പോൾ, 4 ദിവസമായില്ലേ നാറ്റം വമിക്കുന്നു എന്ന് പറയുമ്പോൾ, യേശു പറയുക, ഈ നാറ്റത്തെ മാറ്റി ഒരു സുഗന്ധം വീടിനകത്തു നിന്നും എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് പകലിൽ ഒരു ആത്മീക ദൂത് കൈമാറാൻ ചത്ത നാറ്റങ്ങൾ, ചത്ത നാറ്റങ്ങൾ ഭവനത്തെ വിട്ട് മാറിപ്പോയി ഭവനത്തിനകത്ത് സുഗന്ധത്തിന്റെ വാസന വെളിപ്പെട്ടു വരട്ടെ. യേശു ക്രിസ്തു ആ ഭവനത്തിൽ കാലുകുത്തിയപ്പോഴാണ് ചത്ത വാഴ, ഹല്ലേലൂയ, സ്തോത്രം, ലാസർ മരിച്ച 4 ദിവസമായ നാറ്റം മാറിയിട്ട് ഒരു സുഗന്ധ വാസന അവിടെ വെളിപ്പെടുകയാ. ഒരു സുഗന്ധ വാസന. എന്താണ് മാറ്റം വെളിപ്പെടാൻ കാരണം? ലാസർ മരിച്ചു 4 ദിവസമായതുകൊണ്ട്. യേശു വന്നപ്പോഴെന്താ നാറ്റം മാറി സുഗന്ധം വന്നത്? അവനെ മരണത്തിന് പിടിച്ചടക്കാൻ കഴിയാത്ത വിധത്തിൽ മരണത്തെ തകർത്തുകൊണ്ട് ഒരുവനെ മരണത്തിൽ നിന്ന് പുറത്തെടുത്തിരിക്കുകയാ. ഇന്ന് പകൽ മറന്നുപോകരുത്, ക്രിസ്തുവിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് ഒഴുകിയത് സ്തോത്രം ദുർഗന്ധത്തിന്റെ വാസനയല്ല, മറിച്ച് മരിച്ചതിനെ ജീവിപ്പിക്കുന്ന സുഗന്ധത്തിന്റെ വാസനയാണ്. ഇന്ന് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിന്നും ആ സുഗന്ധം നിങ്ങളുടെ അകത്തു നിന്നും ആ സുഗന്ധം പുറത്തു വരട്ടെ. അനേകർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. എന്റെ കാന്ത, എന്റെ സഹോദരി, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അതേ അടച്ചിരിക്കുന്ന ഒരു നീരുറവ, അതേ മുദ്രയിട്ടിരിക്കുന്ന ഒരു തോട്ടം, അതേ കെട്ടിയടച്ച തോട്ടമാണിത്. ഹല്ലേലൂയ. ഇത് വിലയേറിയ തോട്ടമാണ്. ദൈവത്തിന് നിങ്ങൾ വിലയേറിയവരാണ്. ദൈവത്തിന്റെ നിക്ഷേപം ഉള്ള ഇടമാണ് ഈ വിലയേറിയ തോട്ടം. സ്വത്രം. നീരുറവ ഒരിക്കലും പറ്റാത്ത തോട്ടമാണ് ഈ തോട്ടം. സുഗന്ധം വീശുന്ന തോട്ടമാണ് ഈ തോട്ടം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം.